ഈ ഉസ്താദിന് ഇന്ന് സമസ്തക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്ന പല ബിദ്അത്തുകളെയും എതിർക്കണമെന്നുണ്ട്. പക്ഷേ സങ്കടകരമായൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ അണികൾ സമ്മതിക്കുന്നില്ല. പല ഭാഗത്തു നിന്നും അദ്ദേഹത്തിന് പല നിലക്കുള്ള സമ്മർദ്ദങ്ങളും ഉണ്ടാകുന്നു എന്ന് അദ്ദേഹത്തിൻ്റെ പ്രതികരണങ്ങളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ കണ്ടിരുന്നു. മയ്യത്തിനെ അനുഗമിക്കുമ്പോൾ, ജനാസയുടെ പിറകിൽ പോകുമ്പോൾ ഉച്ചത്തിൽ ദിക്ർ ചൊല്ലുക എന്നത് വളരെ മോശപ്പെട്ട ബിദ്അത്താണ് എന്നാണ് അദ്ദേഹം തുറന്ന് പറഞ്ഞത്. ആ വീഡിയോയുടെ ഭാഗം എടുത്തുകൊണ്ട് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോക്കുള്ള അദ്ദേഹത്തിൻ്റെ ഒരു പ്രതികരണം കഴിഞ്ഞ ദിവസം ഞാൻ കാണുകയുണ്ടായി. റഫീഖ് സലഫി എന്ന് പറയുന്ന ഒരാൾ ജനാസയിൽ ദിക്ർ ഉറക്കെ ചൊല്ലുന്നതുമായി ബന്ധപ്പെട്ട് ഞാൻ ഇറക്കിയ വീഡിയോ ഭാഗത്തിൻ്റെ തലഭാഗവും വാൽഭാഗവും മാത്രം എടുത്ത് നടുഭാഗം കട്ട് ചെയ്ത് ഒഴിവാക്കി ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടു. ഇതിപ്പോൾ സമസ്തക്കാരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി അദ്ദേഹം സംസാരിച്ചതാണ്. അത് കേട്ടാൽ തന്നെ മനസ്സിലാവും. ഉസ്താദെ, ഞാനൊരു തെറ്റിദ്ധരിപ്പിക്കലും നടത്തിയിട്ടില്ല, ഞാനൊരു ഭാഗവും മുറിച്ചു മാറ്റിയിട്ടുമില്ല, ഞാനൊരു ഭാഗവും കട്ടുവെച്ചിട്ടുമില്ല. ഇവിടെ എന്താണ് പ്രശ്നം? ഇവിടെ തർക്കമുള്ള പ്രശ്നം എന്താണ്? സമസ്തക്കാരും സലഫികളും തർക്കമുള്ള വിഷയം എന്താണ്? ജനാസ കൊണ്ടുപോകുമ്പോൾ ഉറക്കെ ദിക്ർ ചൊല്ലുന്നതുമായി ബന്ധപ്പെട്ടാണ്. കേരളത്തിൽ അത് ആരാണ് ചെയ്യുന്നത് എന്ന് എല്ലാവർക്കും അറിയാം. ഞാൻ പറയാതെ തന്നെ അറിയാം. സലഫികൾ അതിനെ എതിർത്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. നിങ്ങളത് സമ്മതിക്കുന്നു. അങ്ങനെ ഉറക്കെ ദിക്ർ ചൊല്ലുക എന്നത് മോശപ്പെട്ട ബിദ്അത്താണെന്ന് ഉസ്താദ് നിങ്ങൾ സമ്മതിച്ചില്ലേ? അത്രയുള്ള കാര്യം. ആ വിഷയത്തിലാണ് നിങ്ങളും ഞങ്ങളും തമ്മിലുള്ള തർക്കമുള്ളത്. പിന്നെ നിങ്ങൾ ആ വീഡിയോയുടെ മധ്യഭാഗത്ത് പറയുന്നത് എന്താണ്? ജനാസയുടെ പിറകിൽ പോകുമ്പോൾ ഒരാൾ പതുക്കെ നാവുകൊണ്ട് ദിക്ർ ചൊല്ലിയാൽ ദിക്ർ ചൊല്ലാമെന്നാണ് നിങ്ങളതിന് പറയുന്നത്. പക്ഷെ ആ വിഷയം എനിക്ക് കൊണ്ടുവരേണ്ട കാര്യമില്ല. അത് ഞാനും നിങ്ങളും തമ്മിലുള്ള തർക്കത്തിലിരിക്കുന്നൊരു പ്രശ്നമല്ല. ഇപ്പം ജനാസയെ അനുഗമിക്കുന്ന സമയത്ത് പരലോകത്ത് ഓർക്കുമ്പോൾ, മരണത്തെ ഓർക്കുമ്പോൾ സ്വാഭാവികമായും ഒരാൾ നിരുപാധികം അയാളുടെ മനസ്സിൽ മറ്റാരും കേൾക്കാതെ ഒരു മനുഷ്യൻ അസ്തഗ്ഫിറുല്ലാന്നോ സുബ്ഹാനല്ലാന്നോ ലാ ഇലാഹ ഇല്ലല്ലാന്നോ അയാളുടെ മനസ്സിൽ അയാൾ ചൊല്ലിയാൽ അത് നിരുപാധികം സലഫികൾ എതിർക്കുന്നൊരു കാര്യമല്ല. അതല്ല ഇവിടെ തർക്കമുള്ള വിഷയം. അങ്ങനെ ഒരാൾ ചിലപ്പോൾ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം, മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ നാവ് എപ്പോഴും ദിക്റിനാൽ നനഞ്ഞുകൊണ്ടിരിക്കുന്ന നാവായിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും ജനാസയുടെ പിറകിൽ പോകുമ്പോൾ പല കാര്യങ്ങളും മരണത്തെക്കുറിച്ച് പരലോകത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ അയാൾ ഒന്ന് അസ്തഗ്ഫിറുല്ലാ എന്ന് മനസ്സിൽ ആരും കേൾക്കാതെ പറഞ്ഞാൽ അത് തെറ്റാണ് എന്ന് ഞങ്ങൾക്ക് വാദമില്ല. അപ്പം അതുകൊണ്ട് പിന്നെ ആ ഭാഗം ഞാൻ കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ. നമുക്കിവിടെ തർക്കമുള്ള വിഷയം ഉച്ചത്തിൽ നിങ്ങളുടെ കൂട്ടത്തിലെ ആളുകൾ കാണിച്ചു കൊണ്ടിരിക്കുന്ന ഈ അനാചാരം, നിങ്ങൾ പറഞ്ഞില്ല മോശപ്പെട്ട ബിദ്അത്ത്, അതിനെയാണ് ഞങ്ങൾ എതിർക്കുന്നത്. അപ്പം അതുകൊണ്ട് ഈ നിലക്ക് നിങ്ങൾ സംസാരിക്കേണ്ട ആവശ്യമില്ല. എവിടെയും കട്ടുവെച്ചിട്ടുമില്ല, തെറ്റിദ്ധരിപ്പിച്ചിട്ടുമില്ല. നിങ്ങളും ഞങ്ങളും ഇപ്പോൾ ഒരേ യാഥാർത്ഥ്യം അംഗീകരിക്കുകയാണ്. അത് നിങ്ങൾ തുറന്ന് സമ്മതിച്ചിരിക്കുകയാണ്. അതിനെല്ലാ നിലക്കുള്ള അഭിനന്ദനങ്ങളും അറിയിക്കുന്നു.